കാവേരിയുടെ പോഷക നദിയാണ് കബനി. വയനാട്ടിൽ പെയ്യുന്ന മഴയാണ് കബനിയായി ഒഴുകുന്നത്. കാവേരി ഒരു നദി മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ ഏതു നിമിഷവും പൊട്ടിപ്പുറപ്പെട്ടേക്കാവുന്ന ഒരു രാഷ്ട്രീയ കലാപത്തിൻ്റെ പേരുമാണ്. വയനാട്ടിൽ പിറക്കുന്ന കബനി കിഴക്കോട്ടൊഴുകി കാവേരിയുടെ വിസ്താരം വർദ്ധിപ്പിക്കുന്ന കേരളത്തിൻ്റെ ഒരു ജലധമനിയാണെങ്കിലും കബനിക്ക് വേണ്ടി കേരളം കർണാടകയോ തമിഴ്നാടിനെയോ പോലെ ചോര തിളപ്പിക്കാറില്ല. എന്നാൽ 70കളിൽ കേരളത്തിലെ രാഷ്ട്രീയ യുവത്വത്തിൻ്റെ ചോരച്ചാലുകൾ കടന്നെത്തിയ ഒരു സിനിമ ഈ നദിയെ സാങ്കല്പികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കബനി നദി ചുവന്നപ്പോൾ. അടിയന്തരാവസ്ഥയ്ക്ക് 50 വയസ്സായി. അടിയന്തരാവസ്ഥയുടെ തീച്ചൂളയിലൂടെ ഒഴുകിയ കബനി നദിക്കും 50 വയസ്സായി. TV ചന്ദ്രൻ്റെ ചലച്ചിത്ര ജീവിതത്തിനും 50 വയസ്സായി. 975 ജൂൺ 25-ന് രാജ്യത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അതേ ദിവസമാണ് PA ബക്കറിൻ്റെ കബനി നദി ചുവന്നപ്പോൾ എന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത്. സംഭവ ബഹുലമായിരുന്നു ആ ചലച്ചിത്രകാലം. ബാംഗ്ലൂർ ഞങ്ങൾ താമസിച്ചിട്ട് അവിടെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞുകൂടി പിന്നീട് ഈ ഷൂട്ടിംഗ് തുടങ്ങുന്ന ആ ദിവസമാണ് വാസ്തവത്തിൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്. അങ്ങനെയാണിത് എമർജൻസി സിനിമയായി പോകുന്നത്. മനസ്സിലായി? ആ ദിവസം ഫസ്റ്റ് ഡേ ഇറ്റ് ഹാപ്പൻസ്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പുറപ്പെടുമ്പോഴാണ് അന്നത്തെ രാവിലത്തെ പത്രത്തിലാണ് ഇന്ത്യൻ എക്സ്പ്രസ്സാണ് നമ്മൾ വരുത്തുന്നത്. ഞങ്ങളെല്ലാവരും വായിക്കുന്നു എമർജൻസി ഡിക്ലെയർ. ഞങ്ങൾ ഫസ്റ്റ് ഡേ ഷൂട്ടിങ്ങിന് പുറപ്പെടുക. അപ്പോൾ ഈ സിനിമ പെട്ടെന്ന് കൂടുതൽ സീരിയസായി. അതുവരെ ചെയ്യാൻ ഉദ്ദേശിച്ച സിനിമയല്ലാതായി അത്. അതിനങ്ങനെ ഒരു മാനം വേറൊരു ചരിത്ര സംഭവം കൊണ്ടുണ്ടായി. അപ്പോൾ പിന്നീട് നമ്മൾ അങ്ങോട്ട് ഏതോ ഒരു ഗൂഢപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ പോലെ ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോയിരുന്നത്. നോബഡി നമ്മളങ്ങനെ ആരും ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും, കാരണം അരുതാത്ത എന്ത് പ്രവൃത്തി ചെയ്യണം, ഭരണകൂടത്തിനെതിരായിട്ടുള്ളൊരു സിനിമയാണ് എന്ന മട്ടിൽ ആണ് നമ്മൾ ആ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു രഹസ്യാത്മകതയൊക്കെ ഉണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ. അങ്ങനെയാണ് അടിയന്തരാവസ്ഥയിലേക്ക് വന്നത്. നവംബർ 22-ന് കബനി നദിയുടെ സംവിധായകൻ PA ബക്കർ ഓർമ്മയായി. പവിത്രനും ചിന്തരവീന്ദ്രനും സലാങ്കാരശ്ശേരിയും വിപിൻദാസും തുടങ്ങി കബനിയിലൂടെ വിപ്ലവത്തിൻ്റെ അരുണ നക്ഷത്രങ്ങളായി വിരിഞ്ഞ നാമധേയങ്ങളിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് 3 പേർ മാത്രം. കബനിയിലെ പ്രധാന നടനായ TV ചന്ദ്രനും സഹസംവിധായകരായ ആദം അയ്യൂബും സേനനും. തീപിടിച്ച രാഷ്ട്രീയ സ്വപ്നങ്ങളുമായി കടന്നുപോയ ഒരു സംഘം യുവാക്കളുടെ ഹൃദയരക്തം വീണ് കുതിർന്ന ആ അടിയന്തരാവസ്ഥ സിനിമ ഇവിടെ വീണ്ടും കഥാനായകൻ്റെ ഓർമ്മകളിലൂടെ തിരിച്ചൊഴുകുകയാണ് അടിയന്തര പ്രാധാന്യത്തോടെ. ഇപ്പോൾ ബക്കർജിയുടെ ഈ സിനിമയുടെ അറ്റംപ്റ്റ് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ സിനിമകളുടെ ഇടയിൽ ഏറ്റവും വിധിരക്തമായൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു ബക്കർജിയുടെ ആ സിനിമ കൊണ്ട് കുറേ ആളുകൾ മലയാള സിനിമയിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ ബക്കർജി വാസ്തവത്തിൽ ഒരു പാഠപുസ്തകം പോലെയായിരുന്നു. അതൊന്നും പഠിക്കാത്ത ബക്കർജി, ഒരു വിദ്യാലയത്തിലും പോകാത്ത ബക്കർജിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് വാസ്തവത്തിൽ ഒരു വിഷമം തോന്നിയിട്ടുണ്ട് ആ ദിവസങ്ങളിലൊക്കെ. ഞാൻ ഈ അവസാനത്തെ ദിവസം ഷൂട്ടിങ്ങിൻ്റെ ആദ്യ ദിവസത്തിൻ്റെ തലേ ദിവസം, നമ്മുടെ അവസാനത്തെ ചർച്ചാ ദിവസം, ഞാനും ബക്കർജിയും ഒരു മുറിയിലാണ്. ഒരു ചെറിയ ഡബിൾ റൂം, 2 കട്ടിലുള്ള ഒരു വെങ്കടേശ്വര ഹോം, അങ്ങനെയാണ് അതിൻ്റെ പേര്, ബാംഗ്ലൂരിലുള്ളത്, സാധാ ഹോട്ടൽ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ അന്നൊരു പൈൻറ്റ് വാങ്ങിച്ച് കഴിക്കുന്നു. വലിയ മദ്യപാനമൊന്നുമില്ല സമയങ്ങളിൽ. പക്ഷെ അന്ന് രാത്രി മുഴുവൻ ബക്കർജി നടക്കുകയായിരുന്നു. അയാൾ ഫസ്റ്റ് ഡേ ഷൂട്ടാണ്.
5-6 വർഷമായിട്ട് അയാൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ്, ഒരു പ്രോജക്റ്റാണ്. പന്തയ്ക്കോ വഴികളിലൂടെ, അതായത് നീലക്കുയിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ഒരു പ്രയാണമാണത്. അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. ഓർമ്മ നിർമ്മാതാവായി അതിന് ശേഷം. അപ്പോൾ അന്ന് രാത്രി മുഴുവൻ അത് ഉറങ്ങിയിട്ടില്ല, എനിക്കറിയാം. അപ്പം ഞാനിങ്ങനെ ഇരിക്കും. എനിക്കിതിൽ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ അഭിനയിക്കണം എന്നുള്ള ടെൻഷനൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ എനിക്ക് സിനിമയുടെ ടെൻഷനായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ മഹാനഗറിലേക്കുള്ള ചില സ്റ്റിൽസ്, സത്യജിത്രയുടെ മഹാനഗർ എന്നുള്ള ചില സ്റ്റിൽസിൻ്റെയൊക്കെ ന്യൂസ് പേപ്പർ കോപ്പിയില്ലേ, അതാണ് ഇയാളുടെ ഫയലിനകത്ത്. ഇതൊക്കെയാണ് അയാൾ, ഇങ്ങനെയൊക്കെ അയാൾ സിനിമ പഠിച്ചിരുന്നത്. എനിക്ക് അന്ന് അത് കണ്ടെനിക്ക് വലിയ വിഷമം തോന്നിയൊരു സംഗതി. അത് വെറുതെ ഞാൻ മറച്ചു നോക്കുമ്പോൾ മഹാനഗറിലെ പ്രസിദ്ധമായ ഒരു സ്റ്റില്ല് ഇത് ബക്കർജി കൊണ്ടു നടക്കുകയാണ്. ആസ് ഇസ് റെഡി റെഫറൻസ്, അയാളുടെ വിദ്യാലയത്തിലെ റെഫറൻസ് ആവും. ഏതാണ് ആ വിദ്യാലയം നമുക്ക് അറിഞ്ഞൂടാ, അത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നുമല്ല, അത് ആ ഏരിയയിലുള്ള സിനിമയുടെ ജീവചരിത്രം തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. കബനി നദിയിലെ ഗോപി എന്ന TV ചന്ദ്രൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഒളിവ് ജീവിതമാണ് സിനിമ. പോലീസ് വേട്ടയാടുന്ന വിപ്ലവകാരി അഭയം തേടിയെത്തുന്നത് മഹാനഗരത്തിൽ സ്റ്റെനോഗ്രാഫറായി ജോലി ചെയ്യുന്ന ശാരിയുടെ വാടകമുറിയിൽ. വിപ്ലവ പ്രവർത്തനത്തിനിടെ നടന്ന ഒരു കൊലപാതകത്തിൽ ഗോപി പ്രതിയായതോടെയാണ് നാടുവിടുന്നത്. ആ രാഷ്ട്രീയ മാർഗം ശരിയല്ലെന്ന് ഗോപി ശാരിയോട് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അയാൾ വിപ്ലവത്തിൽ വിശ്വസിക്കുന്നു. പ്രണയത്തേക്കാൾ വിപ്ലവം മുതിർന്നു നിൽക്കുന്ന ഭാഗങ്ങളിലൂടെയാണ് സിനിമ വിടരുന്നത്. പിന്നീട് മറ്റൊരു രഹസ്യ സങ്കേതത്തിലേക്ക് അയാൾ മാറുന്നു. രഹസ്യ സങ്കേതത്തിൽ ശാരിയാണ് ഗോപിക്ക് പത്രങ്ങൾ എത്തിച്ചു നൽകുന്നത്. ഒരു ദിവസം പത്രത്തിൽ ഗോപി പോലീസ് വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന വാർത്തയും ചിത്രവും അവൾ കാണുന്നു. കാരണം ഞങ്ങളുടെ മനസ്സിൽ അന്നൊരു സിനിമ എടുപ്പിൻ്റെ താല്പര്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കബനി നദി. ഇതിൻ്റെ പ്രൊഡക്ഷനിൽ ഞാൻ കയറി ചെല്ലുന്ന കാരണം വെച്ചാൽ സിനിമ എടുക്കാനുള്ള ഒരു സാധ്യത. പവിത്രനും ഞാനും പണ്ടേ തീരുമാനിച്ച ഒരു പരിപാടി, നമുക്കൊരു സിനിമ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ സിനിമയുടെ ചർച്ച നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ദിവസങ്ങൾ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഈ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഈ സിനിമ പോയി എഡിറ്റിംഗ് ടേബിളിൽ ഞങ്ങൾ കുറേ കാലം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നീട് ബക്കർജി മാത്രമായിട്ട് ഈ സിനിമ ഒരു കട്ട് ചെയ്യുന്ന, സ്പ്ലൈസ് ചെയ്യുന്ന ഒരു പയ്യനെ കൊണ്ടുപോയി ഇത് എഡിറ്റ് ചെയ്തു. ഈ ബ്രിങ്സ് ഔട്ട് എ ന്യൂ സിനിമ. എഡിറ്റിങ്ങിലൂടെ ഉണ്ടായ ഒരു സിനിമയാണ്. അപ്പം ഞങ്ങൾ വാസ്തവത്തിൽ അന്തം വിട്ടുപോയി. നമ്മൾ കാരണം ഇതിനെ സിനിമയാക്കി. മറ്റേ ഇതിനെ എവിടേക്കോ ചെടിപ്പുകളുണ്ടോ, ഇത് അങ്ങനെയാണോ ഇങ്ങനെയാണോ. പിന്നെ എനിക്കൊക്കെ ഉള്ള സംശയം എന്തായിരുന്നു വെച്ചാൽ എൻ്റെ അപ്പിയറൻസ് എനിക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല. ഇത് ഒരുപാട് പ്രാവശ്യം കാണുമ്പോഴാണല്ലോ നമ്മൾ ഈ ഡബ്ബിയൊക്കെ ചെയ്യുമ്പം അന്ന് ലൂപ്സാണ്, ചെറിയ ലൂപ്പുകളിലാണ് ഡബ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 100 തവണ ഇതിങ്ങനെ ഇട്ടിട്ട് നമുക്കത് കണ്ട ഉറപ്പായിരിക്കും. കാരണം ഞാൻ അങ്ങനെ എന്നെ ഇമാജിൻ ചെയ്തിട്ടില്ല ഒരു സ്ക്രീനിൽ അപ്പിയർ ചെയ്യുന്ന ഒരാളായിട്ടൊന്നും. പക്ഷെ അതൊക്കെ പോയി. വെൻ യു സോ ദ ഫിലിം, ആ ഫസ്റ്റ് സ്ക്രീനിങ്ങിൽ ഞാൻ എന്നെ തന്നെ അങ്ങ് മറന്നുപോയി. ഞാനാണ് അത് അഭിനയിച്ചതെന്ന് തോന്നാതെ എനിക്ക് ആ സിനിമ കാണാൻ പറ്റി. അന്ന് അത് ഫസ്റ്റ് എവർ സ്ക്രീനിങ് ആ പടത്തിൻ്റെ. അന്ന് MT വാസുദേവനായിരുന്നു. എന്തോ കാരണം കൊണ്ട് വാസുവേട്ടൻ ബാംഗ്ലൂർ വന്നതാണ്. അപ്പോൾ ബക്കർജിയുടെ സ്വന്തം ആളാണ് വാസുവേട്ടൻ. ഞങ്ങൾക്കൊന്നും അങ്ങനെ വലിയ പരിചയം അറിയാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം വാസുവേട്ടൻ വന്ന് ആ ലാബിലിരുന്ന് ഈ സിനിമ കാണും. ആൻഡ് വാസുവേട്ടൻ ഇസ് എ ഫസ്റ്റ് മാൻ ടു കമൻറ്റ് ഓൺ ദിസ് ഫിലിം. ബക്കർജിയെ ഭീകരമായിട്ട് അദ്ദേഹം അഭിനന്ദിച്ചു. അപ്പോൾ അതോട് വലിയ കോൺഫിഡൻസ് ആയി. കാരണം നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല എങ്ങനെ വരും ഈ സിനിമ ഒന്നും അറിയില്ലല്ലോ. ആരെയും കാണിക്കാത്ത സിനിമ. ഫസ്റ്റ് ഓഡിയൻ എന്ന് പറയുന്നത് MT വാസുദേവനാരാണ്. അത് ജസ്റ്റ് ഹാപ്പൻഡ്. അപ്പോൾ വാസുവേട്ടൻ പറയാണ് ധൈര്യമായിട്ട് കോഴിക്കോട് പോവാ, കോഴിക്കോട് ഒരു പ്രിവ്യൂ ഇടുന്നു, ഞാൻ അറേഞ്ച് ചെയ്യാമെന്നാണ്. അങ്ങനെ വാസുവേട്ടൻ പോകുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പ്രിൻ്റുമായിട്ട് കോഴിക്കോട് വരിക. അപ്പോൾ കോഴിക്കോട് അന്ന് ഈ സിനിമ കാണിക്കാനായിട്ട് ടാഗോർ ഹാളിൽ കാണിക്കുമ്പം ഫുൾ ഹൗസായിരുന്നു. കാരണം ഇത് ഒരു പുതിയ സിനിമ ഇങ്ങനെ വരില്ല. പ്രത്യേകിച്ചും കോഴിക്കോട്ടുകാർക്കൊക്കെ അറിയാം ഇതിൻ്റെ രാഷ്ട്രീയ അവസ്ഥകൾ എല്ലാം അറിയുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ ആ രീതിയിൽ വലിയൊരു ക്രൗഡായിരുന്നു. അപ്പോൾ ആ ക്രൗഡിന് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ എഴുതിയത് കാലത്ത് തന്നെ വാസുവേട്ടനാണ്. വാസുവേട്ടൻ ഒരു കുറിപ്പ് കൊടുത്തേക്കിയത് ഞങ്ങൾക്ക്. അതായത് അതിൽ വരേണ്ട മാറ്റർ എന്താണുള്ളത്. നമ്മൾ പിന്നെ പോയി ഞാനും പൗത്രനും കൂടി പോയി അത് പ്രിൻ്റ് ചെയ്യുന്നു.
പ്രിന്റ് ചെയ്തിട്ടാണ് ഇൻവിറ്റേഷൻ പോലെ കൊടുക്കുന്നത്. അത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതാണ് കബനി നദിയെ പറ്റിയുള്ള എഴുതപ്പെട്ട ആദ്യ വാക്കുകൾ. എ ഫ്യൂ യങ് മെൻ ദേ കമ്മിറ്റ് എ മർഡർ, വാസ് ഇറ്റ് എ മർഡർ എന്നൊക്കെ പറഞ്ഞ് വാസുവേട്ടൻ ഇംഗ്ലീഷിൽ എഴുതിയ ഒരു 4 വരി. അതാണ് ദ ഫസ്റ്റ് അവർ കമൻറ്റ് ഓൺ കബനി നദി. അത് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഐ വാസ് കീപ്പിംഗ് ഇറ്റ് ഫോർ എ ലോങ് ടൈം. അല്ല, അപ്പം അങ്ങനെ വന്നതാണ് ഈ സിനിമ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ സിനിമയ്ക്കൊരു യാഥാർത്ഥ്യം ഉണ്ടായി, റിയാലിറ്റി ഉണ്ടായി. അതിനതിൻ്റെ രീതിയിൽ തന്നെ പ്രത്യേകിച്ച് ഈ ഒരു തരം കോൺട്രവേഴ്സീസ് കൊണ്ട് അത് കൂടുതൽ പ്രസിദ്ധമാവുകയും ചെയ്തു. കാരണം ഇങ്ങനെയുള്ള ഒരുപാട് കോൺട്രവേഴ്സീസ് വന്നു. ഈ തലയോട്ടി പ്രശ്നം ഇതൊക്കെ പത്രങ്ങളിലൊക്കെ വന്നിരുന്നു, പലരും ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തപ്പോൾ. അപ്പോൾ ഇത് അറിയാതെ തന്നെ വേറെ ഏതൊക്കെയോ മാനങ്ങൾ കൊണ്ടും അതിന് ആ കാലം കൊണ്ടും ഒക്കെ സംഭവിച്ചത്. അത് മുഴുവൻ ആ സിനിമയ്ക്ക് ഞാൻ പറഞ്ഞ പ്രീ പ്ലാനിങ് അവസ്ഥയിൽ ഇങ്ങനൊരു സിനിമയായിരുന്നില്ല അത്. കബനി നദി ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള രാഷ്ട്രീയ സിനിമയല്ലെങ്കിലും പേരുകൊണ്ടും പ്രമേയം കൊണ്ടും ഇന്ത്യയിലെ തീവ്ര ഇടതുപക്ഷ രാഷ്ട്രീയ ഉണർച്ചകളെയാണ് ഉള്ളിൽ പേറുന്നത്. 60കളുടെ ഒടുവിലെ നക്സലൈറ്റ് സമരങ്ങളും രാജ്യമാകെ അലയടിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും JP പ്രസ്ഥാനവുമെല്ലാമാണ് ഈ സിനിമയുടെ ചരിത്ര പശ്ചാത്തലം. കബനി വയനാട്ടിലായതുകൊണ്ടും വർഗീസിന്റെ രക്തസാക്ഷിത്വം വയനാട്ടിൽ നടന്നതുകൊണ്ടും പോലീസ് വെടിവെച്ചു കൊല്ലുന്ന ഗോപിയുടെ കഥാപാത്രത്തെ നമുക്ക് വേണമെങ്കിൽ ആ ചരിത്രവുമായി ബന്ധപ്പെടുത്താം. എന്നാൽ സിനിമ അതിനുള്ള സൂചനകളൊന്നും കൈമാറുന്നില്ല. എങ്കിലും കബനി എന്ന പേരിൻ്റെ കാൽപ്പനികോർജം ചിത്രത്തെ വേറൊരു വിധാനത്തിലെത്തിക്കുന്നു. അല്ല, ആ കാലം ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാത്രം ഉണ്ടാക്കിയിട്ടുള്ള വ്യത്യാസത്തല്ല. ഈ 70s എന്ന് പറയുന്നത് അല്ലെങ്കിൽ late 60s മുതൽ ലോകത്ത് മുഴുവൻ ഉണ്ടായിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരുപാട് ചേഞ്ചസ്, റിഫോംസും റെബലിയനും സ്റ്റുഡൻസ് മൂവ്മെൻറ്റ്സും പിന്നെ കലയിലും സാഹിത്യത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ഓപ്പനിങ് അപ്പ് ആയിരിക്കണം. അല്ലാതെ ഇത് എവിടുന്ന് താനം മുളക്കുന്നൊന്നുമല്ലല്ലോ. അപ്പോൾ അത് ആ ഒരു കാലത്തിൻ്റെ തന്നെ, ആ കാലം നമ്മുടെ നാട്ടിൽ മാത്രമായിരുന്നില്ല വ്യത്യസ്തമായ കാലം, അത് ലോകം മുഴുവൻ വ്യത്യസ്തമായ ഒരു കാലമായിരുന്നു. അപ്പോൾ ആ കാലത്തിൻ്റെ ഒരു പ്രതിഫലനം, അല്ലാണ്ട് ഇവിടെ മാത്രം സംഭവിച്ച ഒന്നുമല്ല അത്. അപ്പോൾ അത് സാഹിത്യത്തിലൊക്കെ വളരെ കണ്ടുന്ന രീതിയിൽ സംഭവിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും 60s തന്നെ സാഹിത്യത്തിൽ ആരംഭിച്ചു. സിനിമ കുറച്ച് ലേറ്റായിരുന്നു മാത്രം. അതിന് മേനൻ ചേട്ടനോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വേണ്ടി വന്നു. പിന്നെ ഓഫ് കോഴ്സ് അപ്പോഴേക്ക് പൂന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു വലിയ സംഘം പുറത്തേക്ക് വന്നു. അപ്പോൾ പുതിയ ഭാവുകത്വമൊക്കെ ആയിട്ടും പുതിയ ധാരണകളോടും കൂടി വലിയൊരു സംഘം വരുന്നു. പിന്നെ ടെക്നീഷ്യൻസ് വരുന്നു. അത് വലിയൊരു മാറ്റമല്ല. ടെക്നീഷ്യൻസ് ആയിരുന്നു ഏറ്റവും വലിയ സംഭാവന വാസൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ. അപ്പോൾ അവർ ഉണ്ടാക്കുന്ന സിനിമകളിൽ അവരുടെ കോൺട്രിബ്യൂഷൻ തന്നെ ഒരുപാട് ഇത്. അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ രവിയെ പറ്റി എഡിറ്റർ രവി എന്ന് പറഞ്ഞാൽ, എഡിറ്റർ എന്നൊരു പേര് ആദ്യമായിട്ട് ആൾക്കാർ കേൾക്കുന്നത് എഡിറ്റർ രവിയിലൂടെയാണ്. എഡിറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പം ഹീ മെയ്ഡ് അതിനൊരു അന്തസ്സ് ഉണ്ടാക്കി കൊടുത്തു, എഡിറ്റർ എന്നുള്ള പദവി. അങ്ങനെ അയാളാണ് എഡിറ്റർ രവി. ഇപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ പഴയ കാലത്തെ പറ്റി പറയുമ്പോൾ എഡിറ്റർ രവി ഉണ്ട്. കാരണം അഗ്രഹാരത്തെ കയറിയൊക്കെ എഡിറ്റർ രവിയായിരുന്നു. അന്നത്തെ മലയാളത്തിലുള്ള എല്ലാ വ്യത്യസ്ത സിനിമകളുടെയും എഡിറ്ററായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയ സംഘം ചേരലായിരുന്നു അത്. അപ്പം അതിന് ഒരുപാട് മറ്റ് കാരണങ്ങളുണ്ടെന്ന് പറയാം. യുനോ, സോ മെനി അതർ റീസൺസ് ഔട്ട്സൈഡ് ദ ഇൻഡസ്ട്രി, ഔട്ട്സൈഡ് കേരള അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ, അങ്ങനെയുള്ള എല്ലാ ധാരണകളും കൂടി ചേർന്നിട്ടാണ് അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായത്. പിന്നീട് അങ്ങനെ ഒരു മൂവ്മെന്റ് പോലെ സിനിമയിൽ വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നമ്മുടെ പുതിയ ചെറുപ്പക്കാരെ ഏതാണ്ട് അതിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു കുതിച്ചു കയറ്റം മലയാള സിനിമയിലേക്ക് കയറുന്നുണ്ടെന്നാണ് വളരെ സന്തോഷകരമായിട്ട് തോന്നുന്ന ഒരു സംഗതി. അറ്റ്ലീസ്റ്റ് കുറച്ച് സിനിമകൾ വെച്ചിട്ടെങ്കിലും നമുക്കറിയാവുന്ന കുറച്ച് സിനിമകൾ വെച്ച്, ഒരുപാട് സിനിമകൾ അതിൽ പതിരായിരിക്കും, പക്ഷേ എങ്കിലും ചെറിയ. അപ്പം അങ്ങനെ ഒരു ധാരണ തന്നെ സിനിമയ്ക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു ആ കാലത്തിന് ശേഷം ഒരു 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 കൂട്ടായൊരു ചിന്ത. സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ, പുതിയ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഈ കാലത്തിന്. പക്ഷെ ഇൻഡിവിജ്വലായിരിക്കും അതൊക്കെ. അങ്ങനെ അല്ലാതെ ഒരു മാറ്റം വരുന്നത് ഇപ്പോഴാണെന്ന് തോന്നുന്നു. സിനിമയിലേക്ക് അഭയം തേടിയെത്തിയ ഒരു സംഘം വിപ്ലവകാരികളുടെ അലച്ചിൽ തന്നെയായിരുന്നു അക്ഷരാർത്ഥത്തിൽ കബനിയുടെ ചിത്രീകരണവും. നിർമ്മാതാവ് പവിത്രനും സംവിധായകൻ ബക്കറും പോലീസിന്റെ അറസ്റ്റ് വെട്ടിച്ച അവസരങ്ങൾ അനവധി. സെൻസർ ബോർഡ് മുറിച്ചു മാറ്റിയ ദൃശ്യങ്ങൾ ഉൾപ്പൊരുത്തമില്ലാതെ ചിതറിക്കിടന്നിട്ടും
ചിത്രം അടിയന്തരാവസ്ഥ വിചാരണയെല്ലാം അതിജീവിച്ച് പുറത്തു വന്നു. അന്ന് സെൻസറിംഗ് ടേബിളിൽ നിന്ന് കയ്യിലെത്തിയ കബനി നദിയെ കണ്ട് അതിൻ്റെ നിർമ്മാതാവ് പവിത്രൻ പറഞ്ഞത് ഇങ്ങനെയാണ്: തീവണ്ടി തട്ടി ചതഞ്ഞെറിഞ്ഞയാളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കൂടി ചെയ്ത് തിരിച്ചു തന്നതുപോലെ. പലതവണ സെൻസർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സെൻസറിൽ ഒരുപാട് ഭാഗങ്ങൾ, കാരണം അതിനകത്തൊരു സ്റ്റുഡൻ്റ് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. ഈ ഗോപി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ അഭിനയിച്ച ആ കഥാപാത്രം, അയാൾ ഈ കോളേജിൽ പഠിക്കുമ്പം സമരം ചെയ്ത സംഭവമൊക്കെ ഉണ്ട്. അത് ഈ പെൺകുട്ടി കണ്ടു നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പഴയ കാലം അതെല്ലാം കംപ്ലീറ്റ് ചോപ്പ് ചെയ്തു. ബിക്കോസ് ഇറ്റ് വാസ് എ സ്റ്റുഡൻ്റ് ഇൻട്രസ്റ്റ്. അത് കുറേ വയലൻ്റ് ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഭാഗങ്ങളിൽ നിന്ന് പോയി. പിന്നെ ഞങ്ങൾക്ക് വീണ്ടും പോയി ഷൂട്ട് ചെയ്യേണ്ടി വന്നു, കാരണം ഇതിൽ ലെങ്ത് ഇല്ലാതായി. സിനിമ അത്രത്തോളം കട്ട് ചെയ്തു. അപ്പോൾ കുറച്ച് അതുവരെ ഇല്ലാത്ത ആ സിനിമയുടെ രീതിയിലുള്ള ചില ഷോട്ട്സൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അത് പക്ഷേ ആ സമയത്ത് വേറെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വീണ്ടും ബക്കർജി എന്തൊക്കെയോ ഒറിജിനൽ സ്ക്രിപ്റ്റൊന്നും അല്ല അത്. അപ്പോൾ കുറച്ച് ഭ്രമാത്മകമായ കുറേ രംഗങ്ങളൊക്കെ ചേർത്ത് അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അപ്പോഴൊക്കെ നമുക്കൊക്കെ വാസ്തവത്തിൽ എനിക്കും പവിത്രനൊക്കെ വളരെ കാര്യമായ സംശയം ഉണ്ടായിരുന്നു ഈ സിനിമയെ പറ്റി. ഇത് ഷൂട്ടിംഗ് നടക്കുമ്പോൾ നമ്മളിതിൻ്റെ തിരക്കഥ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാലം ഇരുന്നതാണ്. ഞാനൊക്കെ ആദ്യമായിട്ട് ഒരു സിനിമയിൽ ഒരു എന്തെങ്കിലും തരത്തിൽ പങ്കാളിയാവുന്ന ആ സിനിമയ്ക്കാണ്. അപ്പോൾ അതിൻ്റെ തിരക്കഥാ ചർച്ചയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ തിരക്കഥാ ചർച്ച. അങ്ങനെ വലിയ ചർച്ചയൊന്നുമില്ലെങ്കിലും ബക്കർജി പറയുകയും നമ്മളതിൽ ചെറിയ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയും. അങ്ങനെ ഒരു കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ സിനിമ വരുന്നത്, ഷൂട്ടിംഗ് സമയത്ത് വരുന്നത്. അപ്പോൾ അതിനിങ്ങനെ ഒരു ഡയമെൻഷനായി. അതുകൊണ്ട് നമ്മൾ വേണോ വേണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് ആലോചിച്ചിരുന്നു. പിന്നെ പവിത്രൻ്റെ ഒരു വലിയ ചങ്കൂറ്റത്തിൻ്റെ പുറത്താണ് ഈ സിനിമ നടക്കുന്നത്. ബക്കർജി വരെ അപ്പോൾ പവിത്രൻ അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ ബക്കർജി വേണ്ടാൻ വയ്ക്കും. കാരണം ഇത് ഒരിക്കലും പാടില്ലാത്തൊരു പ്രവൃത്തിയായി മാറി. അതിനകത്ത് ഒരു ഈ എക്സ്പ്രസ്സിലെ ആ ഡിക്ലറേഷൻ്റെ ഇടയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ച സംഗതി എന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് ഐറ്റം ഉണ്ടായിരുന്നു. ആ ബോക്സ് ഐറ്റത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഈ നക്സലൈറ്റ് പോലത്തെ എക്സ്ട്രീമിസ്റ്റ് ഫിലോസഫിയിൽ ഇതിന് വേണ്ടി ഒരു പാംഫ്ലെറ്റ് ഇറക്കിയാൽ 3 വർഷം വിത്തൗട്ട് ഇതാണ് ചോദ്യം ചെയ്യാതെ 3 വർഷം അകത്ത് കിടക്കേണ്ടി വരുന്നുള്ള ഒരു ബോക്സ് ഐറ്റം ഉണ്ട്. അപ്പോഴാണ് ഈ നക്സലൈറ്റിൻ്റെ നായകനാക്കിയിട്ട് സിനിമ തുടങ്ങാൻ പോകുന്നത്. ഒരു പാംഫ്ലെറ്റ് അല്ല, ഇതൊരു സിനിമയാണ്. അപ്പം അന്ന് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ഷൂട്ടിങ്ങിനിടയിലും ഇതിൻ്റെ വിഷയം എങ്ങനെയോ പുറത്തേക്ക് പോയി. ഇത് ഇത്തരം ഒരു സിനിമയാണെന്നുള്ളത് എങ്ങനെയോ, അത് ഇത്തരം എന്നുള്ളതല്ല, ഇതിൻ്റെ കുറേയും കൂടി പൊടിപ്പും തമ്മിലും വെച്ചിട്ടുള്ള എന്തൊക്കെയോ ചില സംഭവങ്ങൾ പുറത്തു പോവുകയും ഒരു കർണാടകക്കാരനായ ഒരു ഇൻസ്പെക്ടറെ ഞങ്ങൾ അന്വേഷിച്ചു വരികയും ചെയ്തു, പോലീസ് ഇൻസ്പെക്ടർ നമ്മുടെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക്. അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ടെൻഷനൊക്കെ ആയി. പക്ഷേ ഞങ്ങളുടെ ഇടയിൽ അന്ന് ഒരു മാധവേട്ടൻ ഉണ്ടായിരുന്നു. മാധവേട്ടൻ എന്ന് പറയുന്ന ആളെ അവിടുത്തെ ബാംഗ്ലൂർ ഉള്ള ചെറിയൊരു സ്മോൾ ഇൻഡസ്ട്രിയലിസ്റ്റാണ്. നിലമ്പൂർ ബാലേട്ടൻ്റെ സുഹൃത്താണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ സിനിമയുടെ കംപ്ലീറ്റ് അവിടുത്തെ ലൊക്കേഷൻ മാനേജർ എന്ന് പറയാവുന്ന ഒരാൾ, കാരണം ആളിലൊക്കെ അറിയുന്ന. അപ്പോൾ അദ്ദേഹത്തിന് കന്നഡ ഭാഷയൊക്കെ അറിയാം. അപ്പോൾ വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. വയനാട്ടുകാരനൊരു മാധവൻ നായരാണ് അയാൾ. അപ്പോൾ അയാൾ ഈ ഇൻസ്പെക്ടറെയൊക്കെ പറഞ്ഞ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഉടനെ ഇൻസ്പെക്ടർ ഞങ്ങളുടെ ഒരു ഫാനായി. അപ്പോൾ അയാൾ പിന്നെ എല്ലാ സഹകരണങ്ങളോടുകൂടി ഞങ്ങളോട് കുറച്ച് ദിവസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അനുഭവമുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് ചിത്രീകരണം നടത്തി അടിയന്തരാവസ്ഥക്കാലത്ത് തന്നെ റിലീസ് ചെയ്ത കബനി നദി കൈവിലങ്ങുകളും തടവറകളും ഭേദിച്ചെത്തിയ വിപ്ലവകാരികളെ പോലെയായിരുന്നു കാണികൾക്ക് മുന്നിലെത്തിയത്. സെൻസർ കത്രികകൾ തലങ്ങും വിലങ്ങും വെട്ടിയിട്ടും ജീവിക്കുന്ന രക്തസാക്ഷിയെപ്പോലെ നിവർന്നു നിന്ന ഒരു സിനിമ. സിനിമയ്ക്കകത്തും പുറത്തും അതുപോലെ ജീവിച്ച മനുഷ്യരെ മറ്റൊരു കാലത്തും മലയാളി കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. മലയാളത്തിൻ്റെ ഒരു ചുവന്ന സൂര്യോദയവും ചന്ദ്രോദയവുമായിരുന്നു ആ സിനിമ. ഈ സിനിമ ആയി കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് ഞങ്ങളൊരു പ്രിവ്യൂ വെച്ചിരുന്നു. അന്ന് കെ കരുണാകരൻ കുടുംബസമേതം പടം കാണാൻ വന്നിരുന്നു. അന്നായിരിക്കണം ഞാൻ അദ്ദേഹത്തെ അടുത്ത് കാണുന്നത്.
അപ്പോൾ അത് കഴിഞ്ഞ് പുറത്തേക്ക് വരികയും ബക്കർജിയെ നേരത്തെ അറിയാം കരുണാകരന്, തൃശ്ശൂർക്കാരൊക്കെ ആണല്ലോ. അപ്പോൾ ബക്കർജിയെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചു കരുണാകരൻ. ഗംഭീരമായിരിക്കുന്നു സിനിമ. അപ്പം ഞങ്ങളെ സംബന്ധിച്ചുള്ള വലിയൊരു റിലീഫായിരുന്നു. കാരണം ഇദ്ദേഹം എന്ത് പറയും എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. വേറെ പലരും അന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമ കാണുന്നത്. ഗോപാലകൃഷ്ണനൊക്കെ അന്ന് വലിയ തോതിൽ ബക്കർജി അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അന്ന് കരുണാകരൻ്റെ വലിയ വാക്കുകളായിരുന്നു നമ്മുടെ സിനിമയെക്കുറിച്ച്. പക്ഷെ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടുത്തെ പോലീസുകാർ വന്ന് അതിലത്തെ പല ഭാഗങ്ങളും വെട്ടിമാറ്റി കൊണ്ടുപോകാൻ ഇദ്ദേഹത്തിൻ്റെ തന്നെ ആവശ്യപ്രകാരം എന്നാണ് നമ്മൾ കേട്ടത്. കാരണം അന്ന് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അപ്പം അങ്ങനെ രണ്ട് തരത്തിലുള്ള റിയാക്ഷനും നമുക്ക് റിസപ്ഷനും കരുണാകരനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കബനി നദി ഒരു തീപ്പൊരി നക്സലൈറ്റിന്റെ ജീവിതകഥയായിട്ടും അക്കാലത്ത് അതിൻ്റെ പേരിൽ ആരും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെന്നത് അത്ഭുതമാണ്. സെൻസർ കത്തികളോട് ചിത്രം പടവെട്ടി മരിക്കാതിരുന്ന അത്ഭുതവും വേറെ. എന്നാൽ അതിനേക്കാളൊക്കെ അത്ഭുതം 1977 കെ കരുണാകരൻ്റെ സർക്കാർ ഏറ്റവും മികച്ച സംവിധായകനും ഏറ്റവും മികച്ച രണ്ടാമത്തെ സിനിമയ്ക്കും അവാർഡ് പ്രഖ്യാപിച്ചതാണ്. കബനി നദിക്ക് അവാർഡ് ലഭിച്ചപ്പോൾ അടിയന്തരാവസ്ഥ അനുകൂലികളിൽ പലരും അധികാരികളോട് കയർക്കുകയുണ്ടായി. ചിലർ അന്നത്തെ ഭരണകൂടത്തിൻ്റെ വിശാല മനസ്സിനെ പുകഴ്ത്താൻ ഇപ്പോഴും ആ സംഭവം ആവർത്തിക്കാറുമുണ്ട്. എന്നാൽ കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് കെ കരുണാകരൻ പറഞ്ഞതാണ് രസം. വിപ്ലവകാരികളെ വെടിവെച്ചു കൊല്ലുമെന്നൊരു പാഠം ഈ സിനിമയിലുണ്ട്. അതുകൊണ്ടാണത്രേ ഈ സിനിമയ്ക്ക് അവാർഡ് കൊടുത്തത്. വേറൊരു വലിയ പ്രശ്നമുണ്ടായത് ഈ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം INB-യിൽ നിന്ന് രണ്ടാൾക്കാർ മദ്രാസിൽ വന്നു ഈ സിനിമ വീണ്ടും കാണാനായിട്ട്. INB-യിലെ രണ്ട് ഒഫീഷ്യൽസാണ്. ദേ വാസ് സെൻഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. കാരണം പ്രൈം മിനിസ്റ്റർക്ക് കംപ്ലയിൻറ്റ് പോയിരുന്നു ഈ സിനിമയെക്കുറിച്ച്. ഇതിനകത്ത് തലയോട്ടികളുടെ മേലെ കൂടെ നായകൻ ചവിട്ടി പോകുന്ന ഒരു രംഗമുണ്ട് എന്ന് മലയാള സിനിമയിലെ അന്നത്തെ പ്രസിദ്ധ നടന്മാരെ കൂടി ചേർന്നിട്ട് തന്നെയാണ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇത് അയച്ചു കൊടുത്തത്. അതിൻ്റെ പേരിൽ രണ്ടുപേര് ഈ സിനിമ കാണാൻ വന്നു. ഈ സിനിമ കാണാൻ വന്നപ്പം കലൈവാണ രംഗം എന്ന് പറഞ്ഞ തിയേറ്ററിലാണ് മദ്രാസിൽ സിനിമ കാണിക്കുന്നത്. അന്ന് രാത്രി ബക്കർജി നാട്ടിലേക്ക് മുങ്ങി. കാരണം ഈ രണ്ടുപേരും വന്ന് ഈ സിനിമ കണ്ടിട്ട് അവരുടെ തീരുമാനമായിരിക്കും നമ്മുടെ ബാക്കി ജീവിതം എന്ന് ഉറപ്പായി. അത് വേറെ ആരോടും പറയാനുമില്ല. അപ്പം അന്ന് ഈ സിനിമയുടെ ആദ്യകാലത്ത് നിന്നിരുന്നും കാണാനില്ല. അപ്പോൾ പൗത്രൻ ഞാനും ബക്കർജി നാട്ടിലേക്ക് പോയി. ഞാനും പൗത്രനുമാണ് ഈ സിനിമ കാണിക്കുന്നത്. അപ്പം രണ്ടുപേര് വേണമല്ലോ കൊണ്ടുപോയി പ്രിൻ്റ്, അന്ന് പ്രിൻ്റൊക്കെ വേണമല്ലോ. ആ പ്രിൻ്റ് കൊണ്ടുപോയി കൊടുത്ത് തിയേറ്ററിൽ വെച്ചിട്ട് ഞങ്ങൾ പുറത്ത് നിൽക്കുകയാണ് ഫോർ ദ വേർഡിക്റ്റ്. ഇതൊരു സെൻസറൊക്കെ കഴിഞ്ഞൊരു പടം റിലീസ് ചെയ്തൊരു പടത്തിന് വീണ്ടും ഒരു വേർഡിക്റ്റാണ്, ഡയറക്ട്ലി ഫ്രം ദ PM. അപ്പം നമ്മളിങ്ങനെ എന്തിനും തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ആ പടം കഴിഞ്ഞ് അവർ രണ്ടുപേരും പുറത്തിറങ്ങി ഞങ്ങളെ ഗംഭീരമായിട്ട് അഭിനന്ദിച്ചു. ബ്യൂട്ടിഫുള്ളി ഡൺ ഫിലിം എന്ന് പറഞ്ഞു. ഇവർ മലയാളികളൊന്നുമല്ല, അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. സപ്പോസ് അവർ അങ്ങനെ അല്ലായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, സിനിമയുടെ അല്ല നമ്മുടെ വിധി. കാരണം ദേ ക്യാൻ മേക്ക് ഇത് ശരിയാണ്, ഇത് എന്താ പറയുക നാഷണൽ സെന്റിമെന്റ്സിനെതിരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരെ സർട്ടിഫിക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദീസ് ടു പീപ്പിൾ ബി ടേക്കൺ ഇൻ. അല്ലാതെ ഈ സിനിമയെ പറ്റി പലരും ഇങ്ങനെ എഴുതുന്നുണ്ട്, അതായത് പവിത്രനെ അറസ്റ്റ് ചെയ്തു, അതൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അറസ്റ്റൊന്നും സംഭവിച്ചിട്ടില്ല ഈ സിനിമയ്ക്ക്. ഈ അറസ്റ്റിൻ്റെ അടുത്തെത്തുന്ന ഒരു സന്ദർഭം ഉണ്ടായത് ഇല്ല. അന്ന് രണ്ട് INB-കാരുടെ എന്തോ നല്ല മനസ്സുകൊണ്ട് നമ്മൾ അന്ന് രക്ഷപ്പെട്ടു പോയത്. ൽ അടൂരിന്റെ സ്വയംവരമാണ് മലയാളത്തിൽ സമാന്തര സിനിമയുടെ വരവറിയിച്ചത്. 50കളിൽ തന്നെ സത്യജിത്ത് റായ്, ഋതിക് ഘട്ടക് എന്നിവരിലൂടെ ബംഗാളിൽ തുടങ്ങിയ നവധാര മലയാളത്തിലെത്താൻ വൈകി. KPSCയുടേതുപോലുള്ള നാടക സംഘങ്ങളുണ്ടാക്കിയ സ്വാധീനങ്ങളിൽ തന്നെ വെള്ളിത്തിരയിലെ നാടകങ്ങളും നീണ്ടകാലം കുടുങ്ങിക്കിടന്നു. വേറിട്ട ദൃശ്യപരീക്ഷണങ്ങൾ അധികമൊന്നും നടന്നില്ല. 1965 അടൂർ, KP കുമാരൻ, കുളത്തൂർ ഭാസ്കരൻ നായർ, ശ്രീവരാഹം ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ച ചിത്രലേഖ ഫിലിം സൊസൈറ്റി ഉണ്ടാക്കിയ സിനിമാ അവബോധമാണ് സ്വയംവരത്തിലെത്തിയത്.
സ്വയംവരത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട സമാന്തരധാരയെ രാഷ്ട്രീയവൽക്കരിക്കുകയായിരുന്നു കബനി നദിയിലൂടെ പി എ ബക്കർ. അതായത് ഈ ബക്കർജിയുടെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഒരു ഗ്രാഫാണ് സിനിമയ്ക്കകത്ത്. ഈ സ്റ്റാർട്ട്സ് നീലക്കുയിൽ 54 ഒരു പ്രൊഡക്ഷൻ ബോയ് ആണ് ബക്കർജി. അപ്പോൾ ആ സിനിമയിലെ ഏറ്റവും താഴെയുള്ള ആൾ രാമവരിയേട്ടൻ്റെ ആദ്യത്തെ സിനിമ, ഭാസ്കർ മാഷയുടെ ആദ്യ സിനിമ. ശോഭന പരമാനന്ദൻ ആണ് അതിൻ്റെ ഓർഗനൈസർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്ന ആളാണ് ബക്കർജി. ശോഭന പരമേശ്വരൻ്റെ സ്റ്റുഡിയോയിൽ ടേബിൾ ക്ലീൻ ചെയ്യായിരുന്നു ബക്കർജിയുടെ ജോലി. അവിടെ നിന്നാണ് ഈ സിനിമയുടെ ഡിസ്കഷനൊക്കെ വന്നപ്പോൾ ഈ ബിക്കംസ് എ പ്രൊഡക്ഷൻ ബോയ്. അപ്പോൾ അങ്ങനെ ഒരാളുടെ ഫിലിം ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാണ്, യുനോ ദ ലോവസ്റ്റ് ഓഫ് ലോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് അദ്ദേഹം ഹീ കംസ് അപ്പ് മിന്നാമിനെങ്കിൽ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റ് ആവുന്നു. കാര്യേട്ടൻ്റെ അടുത്ത പടം, മുഴുവനായ പുത്രൻ, 100 പടം മുതലായ സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ ടൈറ്റിലിൻ്റെ വലിപ്പം കൂടുന്നു. അബൂബക്കർ പി എ ബക്കറായി മാറുന്നു. പിന്നീട് ചെമ്മീനായപ്പോൾ ഒരു ഫുൾ ലെങ്ത് ടൈറ്റിൽ പി എ ബക്കർ പ്രൊഡക്ഷൻ കൺട്രോൾ. അപ്പം അതിനുശേഷം അവൾ എന്ന് പറഞ്ഞ സിനിമ അസീസിൻ്റെ, അതായത് ഓൾമോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ്സായി വരുന്ന ആദ്യത്തെ ഫിലിം മേക്കറായിരിക്കും അദ്ദേഹത്തിൻ്റെ. അവൾ മങ്കട രവിവർമ്മ ക്യാമറ ചെയ്യുന്ന അവൾ, അതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് ബക്കർജി മാറുന്നു. അവളായിരുന്നു ആ കാലത്ത് ഏറ്റവും നമുക്ക് വ്യത്യസ്തമായ പോസ്റ്റേഴ്സ്. പി എൻ മേനനായിരുന്നു അതിൻ്റെ പോസ്റ്റർ. ആ പോസ്റ്റേഴ്സ് കൊണ്ട് ആളുകളെ കിടരം കൊള്ളിച്ചൊരു സിനിമയാണ്. സിനിമ അത്രത്തോളം സക്സസ്ഫുൾ ആയില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു അപ്പിയറൻസ് ഉണ്ടായിരുന്നു. പിന്നീടാണ് ഓളവും തീരും. അവളിന് ശേഷമാണ് ബക്കർജി ഓളവും തീരും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓളവും തീരും ബിക്കംസ് എ വെരി ഗ്രേറ്റ് മൈൽ സ്റ്റോൺ മലയാളം സിനിമയിൽ തന്നെ. അതിന് ശേഷം ചെയ്യുന്നതാണ് ഈ സംവിധാനം. അപ്പോൾ ഈ ഒരു ഏരിയകൾ മുഴുവൻ കടന്നു വന്നിട്ടാണ് അദ്ദേഹം ഡയറക്ടറാവുന്നത്. അപ്പോൾ അതൊരു വലിയ ആഴത്തിലുള്ള അനുഭവങ്ങൾ. കാരണം ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നത്, ഞാൻ ഈ ബക്കർജിയൊക്കെ ആ കാലത്ത് കണ്ടിരുന്നത്, പ്രത്യേകിച്ചും പൗത്രനും ഞാനും വളരെ സീനിയറായ ഒരാളാണ്. കാരണം സിനിമയുടെ തന്നെ അത്ര പഴക്കമുള്ള ഒരാളായിട്ടാണ് തോന്നിയിരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ വാസ് ഓൺലി 35. അങ്ങനെ ഒരാളെയാണ് നമ്മൾ ഈ വലിയൊരു നീണ്ടകാല ഗുരുവായി കണ്ടിരുന്നത്. എന്ന് വെച്ചാൽ യഥാർത്ഥം ഒന്നുമില്ല എന്നുള്ള ആ ലെവലിലേക്ക് അയാൾ എത്തി, ബിക്കോസ് ഓഫ് ഹിസ് ലൈഫ് എക്സ്പീരിയൻസ്. അപ്പോൾ അയാൾ ഒരുപാട് കാലം ജീവിച്ച ഒരാളെ പോലെയാണ്. ഒരു 35-കാരൻ്റെ അപ്പിയറൻസ് അല്ല ബക്കർജി ഉണ്ടായിരുന്നത്. ഇന്ന് ഞാൻ ആ ഇയറൊക്കെ വെച്ച് ആലോചിച്ച് നോക്കിയപ്പോഴാണ് ഹി വാസ് 35. മലയാള സിനിമയിൽ കലയുടെയും കലാപത്തിൻ്റെയും തുടക്കക്കാരനായിരുന്ന പി എ ബക്കർ ശോഭന പരമേശ്വരൻ നായരുടെ സിനിമാ സെറ്റിലെ ഒരു സാധാരണ പ്രൊഡക്ഷൻ ബോയ് ആയിരുന്നുവെന്ന കാര്യം എത്ര പേർക്ക് അറിയാമായിരുന്നു? അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഒരു സംവിധായകനെയും അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഒരു സിനിമയെയുമാണ് നമ്മൾ കബനി നദിയിൽ കണ്ടത്. സ്വാഭാവികമായും രാമു കാര്യാട്ടനെ പോലുള്ളൊരു ഷോമാൻ്റെ ചലച്ചിത്ര കളരിയിൽ നിന്ന് വരുന്ന ഒരാൾ ചെയ്യുമെന്ന് സങ്കല്പിക്കാനാവാത്ത സിനിമയാണത്. പി എ ബക്കർ എന്ന കലാകാരൻ മാത്രമല്ല, കാലവും ആ സിനിമയിൽ കൊത്തുപണിയെടുത്തതുകൊണ്ടാണ് കബനി നദി കാലാതീതമായി തീർന്നത്. വളരെ പിന്നീട് ഈ കബനി നദിക്ക് ശേഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ബക്കർജിയെ വെറുതെ കാണുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മാത്രമല്ല അതീവ സുഭകനാണ് ബക്കർജി, ഭയങ്കര രസിക്കുന്ന അപ്പിയറൻസാണ്. അപ്പോൾ നമ്മൾ ഈ മദ്രാസിൽ ഞാനും പിന്നെ വേറൊരു വീടൊക്കെ എടുത്ത് താമസമായ ആ കാലത്ത് ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ ബക്കർജിയുടെ വീട്ടിൽ പോകുമ്പോൾ രാവിലെ ഞായറാഴ്ചകളിലൊക്കെ പോകുമ്പോൾ അലക്കി തേച്ച വടി കംപ്ലീറ്റ് ആയിട്ടുള്ള വെള്ള മുണ്ടും ഷർട്ടുമാണ് ധരിച്ചിട്ടൊരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. മുടി ചെറുതായിട്ട് ഡൈ ചെയ്തുകൊണ്ട് കറുപ്പിച്ച് കാണും. അങ്ങനെ തേജസ്സോടെ ഇരിക്കും. അപ്പം നമ്മൾ അടുത്ത് ചെന്ന് ബക്കർജിയെ സംസാരിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ബക്കർജി ചോദിക്കും, ചായ വല്ലതും കുടിച്ചു. ബക്കർജി രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, മനസ്സിലായില്ല. പക്ഷെ ബക്കർജിയെ കണ്ടാൽ ഒരു രാജാവ് ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മളെ കൂടി ചേർന്നിട്ടാണ് ബക്കർജിക്ക് ആദ്യത്തെ ചായ. പക്ഷേ ബക്കർജിയുടെ കൗണ്ടനൻസ്
ഇസ് ദാറ്റ്. അതാണ് അയാൾ. അങ്ങനെയാണ് ലൈഫിനെ തന്നെ അയാൾ കണ്ടിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നു കാര്യാട്ടിൻ്റെ ഒരു വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. കാര്യായിട്ട് അങ്ങനെയാണെന്ന് പലരും പറഞ്ഞു കേട്ട്, പ്രത്യേകിച്ച് എന്നോട് ഞാൻ ഈ ഡോക്യുമെൻ്ററിക്കൊക്കെ പോയപ്പോൾ MT വാസുവേട്ടനൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ കാര്യാട്ടിനെ കുറിച്ച്. അതായത് കയ്യിൽ പൈസ ഉണ്ടെങ്കിലും പൈസ ഇല്ലെങ്കിലും യാതൊരു ബേജാറില്ലാത്തൊരു മനുഷ്യൻ. ബക്കറിയെ പോലെയൊന്നുമല്ല, കുറേ കൂടി വലിയ തോതിലായിരുന്നു അത്. പക്ഷെ അതിൻ്റെ ഒരു എവിടെയോ ബാക്കിയുണ്ട് ഇദ്ദേഹത്തിൻ്റെയൊക്കെ സ്വഭാവത്തിലും. പിന്നെ കൂളാണ്, ടെൻഷൻ വരില്ല ബക്കർജിക്കൊന്നും. അപ്പോൾ അതിങ്ങനെ ഏത് സന്ദർഭവും ഫേസ് ചെയ്യാനും ഒക്കെ പറ്റുമായിരുന്നു. അതേ സമയത്ത് സിനിമയെക്കുറിച്ചുള്ള വളരെ ക്ലീനായ ഒരു നിർബന്ധ ബുദ്ധി പോലുള്ള ചില ധാരണകൾ ബക്കർജിക്ക് ഉണ്ടായിരുന്നു. ബക്കർജി അതും വിട്ട് മാറിയിട്ടേ ഇല്ല. നമ്മൾ ചിലപ്പം ബക്കർജിയെ വേറെ രീതിയിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഞാനും പൗത്രനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു ബക്കർജിയുടെ കടുംപിടുത്തമായിട്ടുള്ള ചില റിയലിസങ്ങളില്ലേ, അതിൽ നിന്ന് വ്യതിചലിക്കാൻ പറഞ്ഞാൽ ബക്കർജി അത് നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറയും. അതായിരുന്നു ബക്കർജി. ബിക്കോസ് ഹി വാസ് സോ കോൺഫിഡൻറ്റ്. അയാൾ ചെയ്യേണ്ടത് അയാൾ ഇതാണ് എന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ അത് ആ ഒരു എന്താ പറയുക, മൊത്തം ഒരു ഔട്ട്ലുക്ക് കൊണ്ട് മാത്രമായിരിക്കും ഇത്രത്തോളം മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ മാത്രം ഫേസ് ചെയ്യാൻ പറ്റിയത്. കാരണം അതല്ലാത്തൊരു സമൂഹം ബക്കർജിയുടേതല്ല. ബക്കർജി വേറൊരു സമൂഹത്തിലൊരാളാണ്. ബക്കർജി മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അവരോട് മാത്രം സംസാരിക്കുകയായിരുന്നു ബക്കർജിയുടെ ആവശ്യം. അതൊരു തീരുമാനമായിട്ട് ചെയ്തൊരാളയാൾ. അതിനകത്ത് എനിക്ക് തോന്നുന്നില്ല എവിടെയെങ്കിലും ഒരു മാറ്റം വന്നിട്ടോ. ചിലപ്പോൾ അവസാനത്തെ ഒരു സിനിമ ആയിട്ടുണ്ട് എന്തോ ഒന്നും അല്ലാതായിപ്പോയ അതല്ലായിരുന്നെങ്കിൽ. അല്ലാതെ ഇപ്പോൾ പ്രേം നസീറിനെ വെച്ചുകൊണ്ട് ചാരം എന്ന് സിനിമയുണ്ട്. ചാരത്തിലും ബക്കർജിയുടെ തീരുമാനങ്ങളൊക്കെ വളരെ ഡിഫറൻ്റ് ആയിരുന്നു. ആ സിനിമയ്ക്ക് വേറെ പല സ്വഭാവങ്ങളും വന്നുപോയി എങ്കിൽ പോലും. പിന്നെ അതിനുള്ള ചാപ്പ എന്ന് പറഞ്ഞാൽ ചെറിയ മനോഹരമായൊരു സിനിമയാണ്. അതൊക്കെ ഇയാൾ എപ്പോൾ ചെയ്തെന്ന് പോലും ആർക്കും അറിയില്ല. അത് നമ്മൾ അറിയുന്നത് അതിന് നാഷണൽ അവാർഡ് കിട്ടുമ്പോഴാണ്. അതിന് ആ വർഷത്തെ ബെസ്റ്റ് മലയാളം ഫിലിം നാഷണൽ അവാർഡ് കിട്ടുമ്പോഴാണ് ഞാനത് അറിയുന്നത്. അപ്പം ഞാൻ എന്നിട്ട് ബക്കർജിയെ തപ്പി പിടിച്ച് വിളിക്കുക, ബക്കർജി അത് ചെയ്തറാ ഇവിടെ ചെയ്തു എന്ന്. അപ്പോൾ അതൊക്കെ വളരെ ചുരുങ്ങിയ തോതിൽ ഈ ചുവന്ന വിത്തുകളൊക്കെ ചെയ്തിരിക്കുന്നത് 12 ദിവസം കൊണ്ടാണ്. അത് ചെലവൂർ വീണു പറയും. ചെലവൂർ വീണുവിൻ്റെ ഓഫീസിൻ്റെ ബാക്കിലുള്ള ഒരു ആലയാണ് അതിൻ്റെ ലൊക്കേഷൻ. വേണുവേട്ടനാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നത്. സലാം കാരിശ്ശേരി പ്രൊഡ്യൂസർന്ന്. പക്ഷെ അവിടെ ഒരു കാർ ഷെഡും ഒരു വർക്ക്ഷോപ്പും 2 വീടുകളും വെച്ചിട്ട് ഒരു 12 ദിവസം കൊണ്ട് ബക്കർജി ഒരു സിനിമ എടുത്തു. തൊള്ളായിരത്തി പുറത്തിറങ്ങിയ PN മേനോന്റെ ഓളവും തീരവുമാണ് മലയാള സിനിമയെ സ്റ്റുഡിയോയ്ക്ക് പുറത്തും പുറംപോക്കുകളിലും എത്തിച്ചത്. ഓളവും തീരത്തിൻ്റെ നിർമ്മാതാവ് PA ബക്കറായിരുന്നു. കബനി നദി ചുവന്നപ്പോൾ, മണിമുഴക്കം, സംഘകാരം, ചുവന്ന വിത്തുകൾ, ചാരം, ചാപ്പ, PA ബക്കറിൻ്റെ സിനിമകളുടെ പേരുകളിൽ തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ മുഴക്കം. ചരിത്രം ചുവന്നു തൊടുത്ത ഒരു ചലച്ചിത്രകാലം. അപ്പോൾ ബക്കർജി അത് കഴിഞ്ഞിട്ട് നമ്മൾ ബക്കർജിയെ മിസ് ചെയ്യുന്നത്, കുറച്ച് ദിവസം മിസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് മണിമുഴക്കം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ്. അപ്പം നമ്മൾ അറിയുന്നില്ല, അത് ഞാനും പൗത്രനൊന്നും അറിയുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് അന്ന് ഭയങ്കര സന്തോഷത്തോടെ നമ്മൾ നോക്കിയത് അതിൻ്റെ ആദ്യത്തെ സ്റ്റില്ല് വരുന്നു മണിമുഴക്കത്തിൻ്റെ. അതേതൊരു സിനിമ മാഗസിനിൽ ആ സ്റ്റില്ല് കണ്ട് ഞാനും പൗത്രനും സന്തോഷിച്ചിരുന്നു. കാരണം ആ സ്റ്റില്ലിനകത്ത് ഒരു ഡീപ്പ് ഫോക്കസ് ഉണ്ടായിരുന്നു. സാധാരണ ഒരു നമ്മൾ ആ കാലത്തൊക്കെ ഒരു സിനിമ സ്റ്റില്ല് വരുമ്പോൾ ഒരു ആളുടെ ഫേസ്, ഒരാളുടെ മുഖക്കൽ വരും. ഇതിനകത്ത് ഒരു സ്ത്രീ ഒരു ഡോറിൻ്റെ അടുത്ത് നിൽക്കുകയും പുറകിലൊരു ഡോറ്, അതിൻ്റെയും പുറകിലൊരു ഡോറ്. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാരുണ്ട്, ചെറുതായി അങ്ങനെ ഒരു സ്റ്റില്ല്. അപ്പോൾ അത് കണ്ടപ്പം ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി, പ്രൗഡായി. കാരണം ബക്കർജി ചെയ്യുമ്പോൾ അതിനകത്തൊരു പ്രത്യേകത ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് മണിമുഴക്കത്തെ ഞങ്ങൾ കണ്ടത്. പക്ഷെ അതിൻ്റെ അവസാനത്തെ എന്താ പറയുക, ഫിനിഷ്ഡ് വേർഷൻ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. നമ്മൾ അതിൻ്റെ കൂടെ ഒന്നും പോയിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ബക്കർജിയുടെ ചുവന്ന വിത്തുകൾ വരുന്നത്. പിന്നെ ചാരം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഞാൻ ഡബ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അവിടെ വെച്ച് ഞാൻ പ്രേം നസീറിനെ കാണുന്നത്. പ്രേം നസീർ ഡബ് ചെയ്യാൻ വരുന്നത് വലിയൊരു കാഴ്ചയായിരുന്നു. പ്രേം നസീർ വരുന്നതിന് മുമ്പ് ഒരു 3-4 കാരിയറിൽ ഭക്ഷണം വരും അയാൾ ഡബ് ചെയ്യാൻ വരുന്നതിന് മുമ്പ്. എന്നിട്ട് അത് എല്ലാ ആൾക്കാർക്കും കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഡബ്ബിങ് ഉള്ളൂ. ഡബ്ബിങ്ങൊക്കെ ഒരു വകയാണ്. പക്ഷെ ഈ കാര്യങ്ങളിൽ ഭയങ്കര ശ്രദ്ധേയമാണ്. അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, ആ തമിഴന്മാർക്ക് അറിയാം, ഇന്ന് നസീർ സാറിൻ്റെ ഡബ്ബിങ് ആയതുകൊണ്ട് അവർക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരണം. അവരെല്ലാവരും റെഡിയായിട്ട് കാത്തിരിക്കും. ഇത് ആദ്യം വലിയ കൊട്ടയിലാണ് വരുന്നത്. അങ്ങനെ അതൊന്ന് എല്ലാവർക്കും കൊടുത്തു. അത് കഴിഞ്ഞ് ഡബ്ബിങ് അപ്പം ബക്കറി അത് ശരിയാവില്ല നസീർക്ക. കാരണം നസീറിനെന്ന് വെച്ചാൽ ഡബ്ബിങ് ഒരു നിമിഷം കൊണ്ട് ചെയ്ത് കളയും.
അതിന് ശരിയോ തെറ്റോന്നും ആരും അന്ന് പറയാറില്ല. അത് ആ സിനിമകളൊക്കെ കാണുകയും ചെയ്യാം. പക്ഷെ ബക്കർജി അത് സമ്മതിച്ചില്ല. അപ്പൊ അങ്ങനെ കുറെ നേരം ഞാൻ കണ്ടിട്ടുണ്ട് ഈ ബക്കർജിയും അയാൾ തമ്മിൽ ഡ്യുവൽ ഈ ഡബിങ് തിയേറ്ററിൽ. അങ്ങനെ അദ്ദേഹത്തിനെ കാണാനും പരിചയപ്പെടാനും സാധിച്ചത്. മലയാളിയുടെ ഏറ്റവും പ്രധാന ചിന്തകനായിരുന്ന രവീന്ദ്രൻ എന്ന ചിന്ത രവീന്ദ്രനെയും നമുക്ക് കബനി നദിയിൽ ഒരു അഭിനേതാവായി കാണാം. TV ചന്ദ്രനെ പോലെ ചിന്ത രവിയുടെയും സിനിമാഭിനയ പ്രവേശം ആ ഒരു സംഘജീവിതത്തിൻ്റെ നിയോഗങ്ങളിലൊന്നായിരുന്നു. മലയാള സിനിമ ശരിക്കും ദൃശ്യങ്ങൾ കൊണ്ട് സംസാരിച്ചു. സംഗീതം കൊണ്ട് ദേവരാജനും കബനി നദിയിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ അവസ്ഥകൾ സൃഷ്ടിച്ചു. കഥയ്ക്ക് അടിമയാകാത്ത സിനിമകൾ എന്നാണ് രവീന്ദ്രൻ പിന്നീട് ആ സിനിമകളെ വിശേഷിപ്പിച്ചത്. സിനിമയ്ക്ക് സിനിമയുടേതായ രചനകളുണ്ടായി. അതെ, അതുവരെയുള്ള മലയാള സിനിമ വാസ്തവത്തിൽ സാഹിത്യ അടിസ്ഥാനമായിരുന്നു. സേതുമാധവന്റെ ഒക്കെ സിനിമകൾ മൊത്തം സാഹിത്യമായിരുന്നു. അപ്പോൾ അത് തോപ്പിൽ ബാസി ഉണ്ടാക്കി. അതെ, അപ്പൊ അതുപോലെ തന്നെ സിനിമ നിരൂപണം പല ആളുകളുടെ. അപ്പോൾ അതിൽ നിന്ന് കംപ്ലീറ്റ് മാറി. അത് മാറുകയും അപ്പം പുതിയ രീതിയിൽ ഇതിനെ കാണുന്ന ചെറുപ്പക്കാർ എഴുത്തുകാരും വന്നു. അപ്പോൾ അവർക്കും അതിനെ അങ്ങനെ രീതിയിൽ കാണാൻ സാധിച്ചു. അപ്പോൾ അത് സിനിമയിലുണ്ടായിട്ട് വലിയൊരു മാറ്റം. അന്ന് രവി പിൽക്കാലത്ത് എഴുതിയ ഒരു ഓർമ്മക്കുറിപ്പുണ്ട് പവിത്രനെ കുറിച്ച്. അപ്പോൾ അതിൽ ചിന്ത രവി പറയുന്നുണ്ട് കബനി നദിയുടെ നിർമ്മാണത്തെക്കുറിച്ച്. അപ്പോൾ അവൻ പറഞ്ഞ് ഇത്രയും അരാജകമായ ഒരു സിനിമ ഷൂട്ടിംഗ് മലയാള സാഹിത്യത്തിൽ സിനിമാ രംഗത്ത് എവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം അത് അങ്ങനെ ഒരു സ്ഥലമായിരുന്നു കബനി നദിയുടെ ഷൂട്ടിംഗ് പ്ലേസ്. നമ്മളൊരു പ്രവർത്തനത്തിൽ ഇടപെട്ടു എന്നുള്ള മട്ടിൽ നോക്കുമ്പോൾ അതിൽ വലിയ ടേസ്റ്റ് വ്യത്യാസങ്ങൾ വരും, എതിരഭിപ്രായങ്ങൾ വരും. അത് പല അടിയിലൊക്കെ കലാശിക്കും. അപ്പം അങ്ങനെയൊക്കെ ഒരു ഷൂട്ടിംഗ് ഉണ്ടാവുന്നത് അത് പക്ഷെ പിറ്റേന്ന് രാവിലെ നമ്മൾ പിറ്റേന്ന് രാവിലത്തേക്ക് അത് ബാക്കി വയ്ക്കൂല. ഈ വഴക്കുകളൊക്കെ അന്ന് രാത്രി തീർന്നു കാണും. പക്ഷെ അത് വളരെ ജെന്യുവനായ പ്രശ്നങ്ങളിലൊക്കെ ആയിരിക്കും, മനസ്സിലായില്ല. അപ്പം അത് സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്നതുകൊണ്ടും പിന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള ചർച്ച എന്ന് പറയുന്നത് ഇന്നൊന്നും നമുക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റില്ല. ഷൂട്ടിങ്ങിനേക്കാളും പ്രധാനമായിട്ട് ആൾക്കാർ കാത്തിരിക്കുന്നത് ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ചില എതിരഭിപ്രായങ്ങൾ ഉണ്ടാവുന്നിരിക്കുക, നമുക്ക് വൈകുന്നേരം ചർച്ചയിൽ പിടിക്കാമെന്നുള്ളതാണ്. അങ്ങനെ ചർച്ച ചെയ്ത് സിനിമ ചെയ്തിരുന്നതാണ്. അപ്പോൾ അതിനകത്തൊക്കെ ഒരു വലിയൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകളുടെ, ഇപ്പോൾ ബക്കർജിയുടെ സിനിമയാണ് അതെങ്കിൽ പോലും എല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റ് വളരെ വ്യക്തമായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ പുതിയതുമായിരുന്നു. ഞങ്ങൾക്കൊക്കെ സിനിമ പുതിയ അനുഭവമല്ലേ. അതെ, നമ്മുടെ പുതിയ അനുഭവം. രവിയൊക്കെ ആദ്യമായിട്ട് ക്യാമറ കാണുമ്പോൾ രവി പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ എന്നെ കാണാൻ രവി അവിടെ വരുന്നത് കൗമുദി ന്യൂസ് സർവീസിന് വേണ്ടി. ഈ കർണാടകത്തിലെ പ്രസിദ്ധരായ ഫിലിം മേക്കേഴ്സ് ഉണ്ടല്ലോ ആ കാലത്ത് വന്ന് സംസ്കാര മുതലായ സിനിമകളോട് പട്ടാഭിരാമറണ്ടി, ഗിരീഷ് കർണാട്, ഇവരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് കൗമുദി ന്യൂസ് സർവീസിൻ്റെ ആളായിട്ട് വന്നതാണ് രവി. അപ്പോൾ രവി സ്വാഭാവികമായിട്ട് ഞാൻ ബാംഗ്ലൂർ ഷൂട്ടിങ്ങിലുള്ളതുകൊണ്ട് എൻ്റെ റൂമിലേക്ക് താമസിക്കാൻ വരിക. അങ്ങനെയാണ് രവി ഈ സിനിമയ്ക്ക് കയറുന്നത്. രവിയെ കണ്ടപ്പോൾ തന്നെ ബക്കർജി തീരുമാനിക്കുന്നു രവിയെ മറ്റേ റോളിന് അഭിനയിപ്പിക്കണം. രവിക്ക് ഒട്ടും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. രവി വെറുതെ വന്നു. അവിടെ വന്ന് നമ്മൾ ഈ കഥയെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ രവിക്ക് ഭയങ്കര താല്പര്യമായി. ദേശാഭിമാനിയിൽ ആദ്യമായിട്ട് അതിനെപ്പറ്റി എഴുതുന്ന രവിയാണ്. സൺഡേ സപ്ലിമെൻറ്റിൽ ഒരു ചെറിയ ഒരു ഞാനും ആ പെൺകുട്ടിയും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫ് വെച്ചിട്ട് അതാണ് ഫസ്റ്റ് റിപ്പോർട്ട് ഓഫ് ദി ഫിലിം. ദേശാഭിമാനി രവിയായിരുന്നു. അന്നൊന്നും രവി ഇതിലെ നടനല്ല. രവി പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ ഞാനത് എഴുതില്ലായിരുന്നു. രവി 4 ലേഖനങ്ങൾ എഴുതി. ഏതാണ്ട് ഒന്ന് തന്നെ മോഡിഫൈ ചെയ്തിട്ട് ഈ സിനിമാ ലേഖനം എന്ന് പറഞ്ഞിട്ട് ഫോട്ടോഗ്രാഫ്സ് വെച്ചിട്ട് ഈ കബനി നദിയെ അനൗൺസ് ചെയ്യുന്നത് വാസൽ രവിയാണ്, നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ. അയാൾ പിന്നീട് അയാൾ നടനായി മാറുക, മനസ്സിലായി. അപ്പം നമ്മുടെയൊക്കെ നിർബന്ധം കൊണ്ട് രവി നടനാവുന്നു. രവി നടനാകുമ്പോൾ എനിക്കൊരു വലിയ കൂട്ടുമായിരുന്നു. ഞാൻ ഈ നടനുള്ള നിലയിൽ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ആ കാലത്തെ നമ്മുടെ ഒരു ഓപ്പൺനെസ്സിൻ്റെ ഭാഗമായിട്ട് പറയുകയാണ്. ഇപ്പോൾ ബക്കർജി ആവട്ടെ പവിത്രനാവട്ടെ എന്നെ നടനായിട്ടൊന്നുമല്ല കാണുക, എന്നെ കളിയാക്കുന്ന ഒരാളായിട്ടാണ് കാണുക. നമ്മൾ അഭിനയിപ്പിക്കും, അഭിനയിപ്പിച്ച് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി അവിടെ എന്തായിരുന്നു റൊമാൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഈ അപ്പം എനിക്കത് ഭയങ്കര നമ്മൾ ചെറിയ പിള്ളേരാണ്, 24 വയസ്സൊക്കെ ആവുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വരും, ഇത് എന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഇവർ ചെയ്തതാണെന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പം വേറൊരു സുഹൃത്തിനെ കിട്ടുകയാണ് ഈ ദുരിതങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി. ഈ
നടനെ കളിയാക്കൽ ഇവരുടെ ജോലി കൂടിയാണ്. ഇവരൊക്കെ ക്യാമറയുടെ പുറകിൽ ഇരുന്നുകൊണ്ട് അതുവരെയുള്ള അപ്പം എന്നെ എവിടെയെങ്കിലും പൂട്ടണം എന്നൊക്കെ ബക്കർജിക്കൊക്കെ വലിയ താല്പര്യം ഉണ്ടാവും. നമ്മൾ ഈ ചർച്ചകളിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ അന്ന് പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ ഒരു ബലഹീനതയാക്കി വയ്ക്കാവുന്ന ഈ ക്യാമറയുടെ മുമ്പിൽ നിർത്തിയാൽ നമ്മളെ പറ്റിക്കാറും. അപ്പോൾ കൂടുതൽ ചീത്ത പറയാം, നേരത്തെ പറയാൻ പറ്റാത്ത ചീത്തയൊക്കെ ഈ ക്യാമറ ഓൺ ചെയ്തിട്ട് ഇദ്ദേഹം വിളിക്കുമായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് കഴിയുമ്പോൾ നമ്മളതിന് തിരിച്ചു കൊടുക്കും. ഈ ഷൂട്ടിംഗ് സമയത്ത് പറ്റില്ലല്ലോ, അത് കഴിഞ്ഞ ഉടനെ വീണ്ടും ചീത്ത പറയും. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ബഹളം പിടിച്ചൊരു സംഭവമായിരുന്നു. അതിലൂടെ നമ്മൾ എന്തൊക്കെയോ പഠിച്ചു. അപ്പം ഞങ്ങൾ അപ്പോഴേക്കും ഞങ്ങൾ അടുത്ത നമ്മുടെ സിനിമയെ പറ്റി ആലോചിക്കാനും തുടങ്ങി. പവിത്രനും ഞാനും കൂടെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഒരു സിനിമ ചെയ്യാനുള്ള പരിപാടി. പിന്നെ അത് നടന്നില്ല. അത് പിന്നെ പല കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ ഞാൻ മാറി പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ പവിത്രൻ വരെ ആവുക ഇത്. സമാന്തര മലയാള സിനിമയുടെ ഒരു സുവർണകാലമായിരുന്നു അത്. അടൂരിൻ്റെ സ്വയംവരവും KP കുമാരൻ്റെ അതിഥിയും അരവിന്ദിൻ്റെ ഉത്തരായനവും MTയുടെ നിർമാല്യവും ബക്കറിൻ്റെ കബനി നദിയുമാണ് ആ കാലത്തിൻ്റെ നാഴികക്കല്ലുകൾ. എന്നാൽ കബനിയോടെ മലയാള സിനിമയ്ക്ക് ബക്കറിനെ കൂടാതെ 3 സംവിധായകരെ കൂടി അധികമായി കിട്ടി. പവിത്രനും TV ചന്ദ്രനും രവീന്ദ്രനും. പക്ഷേ എല്ലാ തുടക്കങ്ങൾക്കും കാരണക്കാരനായ സംവിധായകരുടെ സംവിധായകനായ PA ബക്കറിനെ മലയാള സിനിമാ ചരിത്രം വേണ്ട വിധം സ്മരിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. വെരി ബ്യൂട്ടിഫുൾ സിനിമ. എനിക്ക് തോന്നുന്നത് ചുവന്ന വിത്തുകൾ മറ്റു പലരും പറയുന്നത് ബക്കർജിയുടെ ഏറ്റവും നല്ല സിനിമ ചുവന്ന വിത്തുകളാണെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മോർ ദാൻ കബനി നദി. കബനി നദി ഈസ് ദ മോസ്റ്റ് ഫേമസ്. പക്ഷേ പലരുടെ അഭിപ്രായത്തിൽ ചുവന്ന വിത്തുകളിൽ ബക്കർജി കുറേ കൂടി ഒരു കൈയടക്കവും കുറേ കൂടി ഒരു ഒതുക്കമൊക്കെ ഉണ്ടെന്നും അതിൽ ഒട്ടും നമ്മൾ മറന്നു പോകാൻ പറ്റാത്തൊരു ഫൈനൽ ഷോട്ട് ഉണ്ട്. അത് വിപിൻ ദാസിൻ്റെയും ഒരു പ്രത്യേക, വിപിൻ ദാസും ബക്കർജിയും തമ്മിൽ വലിയൊരു കോമ്പിനേഷനായിരുന്നു. അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ ചുവന്ന വിത്തുകൾ കണ്ട ആർക്കും മറക്കാൻ പറ്റില്ല. അതിനകത്ത് ഈ പ്രധാന നടി ശാന്തകുമാരി എന്നല്ലേ ശ്രീയുടെ പേര്. അവൾ അങ്ങനെയാണ് മലയാള സിനിമയിലേക്ക് വരുന്നത്. അവർക്ക് ആ വർഷത്തെ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡുണ്ടായിരുന്നു, സംസ്ഥാന അവാർഡുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ത്രീ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ വേഷമാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അനിയത്തിയെ മിസ്സായിട്ട്, അനിയത്തി സീനത്താണ് മിസ്സായിട്ട് അനിയത്തിയെ കാത്തിരിക്കുന്ന ആ സ്ത്രീയുടെ മുമ്പിലേക്ക് അനിയത്തി വരുന്നുണ്ട്. കംപ്ലീറ്റ് തകർന്നും തരിപ്പണമായിട്ട് അനിയത്തി കയറി വരുന്നൊരു രംഗമുണ്ട്. അപ്പോൾ അന്നേരം ഈ സ്ത്രീയുടെ കയ്യിൽ ധാന്യങ്ങളുണ്ട്. അപ്പോൾ ഇവർ ഈ അനിയത്തിയെ കണ്ട വിഷമത്തിൽ ഈ കൈ ചുരുട്ടുമ്പോൾ അതിൽ നിന്ന് ഈ ധാന്യങ്ങൾ താഴേക്ക് പോകും. അപ്പോൾ ദർ ഇസ് എ ലെങ്തി ട്രാക്ക് ഷോട്ട്. അതിങ്ങനെ വന്ന് അവസാനം ഈ മുഷ്ടി ചുരുട്ടി, ആ ചുരുട്ടിയ മുഷ്ടി ഉണ്ടല്ലോ, അതിലേക്ക് വന്ന് എൻഡ് ചെയ്യാണ്. അപ്പോൾ ഈ വിത്തുകൾ ചുവന്ന വിത്തുകളായി മാറും. അങ്ങനെ അതിൻ്റെ ലാസ്റ്റ് ഷോട്ട്. അപ്പോൾ അതൊക്കെ വളരെ റൊമാൻറ്റിക് ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു മനോഹരമാണ് അതിൻ്റെ മൂവ്മെൻറ്റ്. അത് നമ്മൾ ആ ക്യാമറാമാനെ നമ്മൾ തൊഴുതു പോകും. കാരണം ഒരു തരത്തിലുള്ള നമ്മളറിയില്ല ഈ ഒബ്ജക്റ്റ് അടുത്തേക്ക് വരുന്നു എന്നല്ലാതെ വി ഡോണ്ട് നോ ഈ നമ്മൾ ക്യാമറ മൂവ് ചെയ്യുന്നൊന്നും അറിയില്ല. അങ്ങനെ പോവാണ്. പോയി ആ സ്ത്രീയുടെ വലിയൊരു ഇരിക്കുന്ന മൊറമൊക്കെ ആയിട്ടിരിക്കുന്ന ആ സ്ത്രീയുടെ അടുത്ത് നിന്ന് ആരംഭിച്ച് അത് അവസാനം അവരുടെ അകന്നു നിൽക്കുന്ന കയ്യിൽ ചുരുട്ടിരിക്കുന്ന ആ മുഷ്ടിയിൽ പോയി അവസാനിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ വിത്തുകൾ വീഴുന്നുണ്ട്. അതാണ് അവരുടെ അനിയത്തി നശിച്ചു പോയി എന്നുള്ളതിൻ്റെ ആ സ്ത്രീയുടെ റിയാക്ഷനും അതിനകത്തുണ്ടാകുന്ന ഒരു പോസിറ്റീവ് എലമെൻറ്റും ഉണ്ട്. ആ റിയാക്ഷൻ വെറും ഇതായി മാറുകയല്ല, അതിനകത്ത് എവിടെയോ ഒരു റെസിസ്റ്റൻസിൻ്റെ വലിയൊരു ഇമേജാണല്ലോ ഈ കൊടുക്കുന്നത്. ഇതൊക്കെ താനെ വരും ബക്കർജി. PA ബക്കർ തൻ്റെ ഗുരുസ്ഥാനീയനായ രാമു കാര്യാട്ടിൽ നിന്ന് മാറി സിനിമയെടുത്തതുപോലെ ബക്കറിൽ നിന്ന് മാറി സിനിമയെടുത്തയാളാണ് TV ചന്ദ്രൻ. കബനി നദിയും അടിയന്തരാവസ്ഥയും കഴിഞ്ഞ് 1980 ജനുവരിയിലാണ് TV ചന്ദ്രൻ്റെ ആദ്യ സിനിമ കൃഷ്ണൻകുട്ടി. അവിടെ നിന്നിങ്ങോട്ട് 17 ഫീച്ചർ ചിത്രങ്ങൾ, 6 തവണ ദേശീയ അവാർഡും 10 തവണ സംസ്ഥാന അവാർഡും ആ സിനിമകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ആഴത്തിലുള്ള ചരിത്രബോധവും രാഷ്ട്രീയ ബോധവും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മലയാള സിനിമയുടെ ഏറ്റവും സജീവവും സമ്പന്നവുമായ ചലച്ചിത്ര പ്രവാഹം തുടങ്ങിയത് കബനി നദിയിൽ നിന്നാണ്.
ഞാൻ ഈ ആദ്യത്തെ സിനിമ അനുഭവം കബനിനദിയാണെങ്കിലും കബനിനദിയിൽ നമ്മൾ ഓഫ് കോഴ്സ് ബക്കറിൻ്റെ അസിസ്റ്റൻറ്റും കൂടിയായിരുന്നു ഞാൻ. അസിസ്റ്റൻ്റ് ഡയറക്ടറിന് പേരൊന്നുമില്ലെങ്കിലും അസിസ്റ്റൻ്റായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ജോണിനെ പരിചയപ്പെടുന്നത്. ജോണാണ് വാസ്തവത്തിൽ എന്നെ ഒരുപാട് എൻ്റെ സിനിമ രീതികളിലേക്ക് സ്വാധീനിച്ച ആൾ, മോർ ദൻ ബക്കർ ഓർ എനിബഡി. ബക്കർ ഓഫ് കോഴ്സ് നമ്മൾ ആദ്യത്തെ സിനിമ എന്നുള്ളതിൻ്റെ പേരിലുള്ള ഒരു ആദ്യ കാഴ്ചകളുടെ താല്പര്യങ്ങളിലൊക്കെ മേലെ പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നല്ല. പക്ഷേ ജോൺ എന്നെ വാസ്തവത്തിൽ അങ്ങ് എടുത്തു. അതൊരു ചെറിയ കാലം, ആ കാലം നമ്മൾ 24 മണിക്കൂർ ഒന്നിച്ചായിരുന്നു. അപ്പം ഞാൻ ഇവരുടെ സംഘത്തിൽ നിന്നൊക്കെ മാറി ബക്കർജി ഒന്നും കാണാതായി. കാരണം ബക്കർജി പിന്നെ സിനിമയൊക്കെ ആയിട്ട് പലയിടത്തും ലൊക്കേഷൻസൊക്കെ അല്ലേ. പവിത്രൻ ഈ കബനിനദിയുടെ ബഹളമൊക്കെ കഴിയുമ്പോഴേക്കും പവിത്രൻ നാട്ടിലേക്ക് മാറി. അപ്പം മദ്രാസിൽ ഞാനും ജോണും മാത്രമായി. എന്ന് വെച്ചാൽ ജോണായി എൻ്റെ ആൾ മദ്രാസിൽ, അല്ലെങ്കിൽ ഞാനായി ജോണിൻ്റെ ആൾ. ആ ദിവസങ്ങൾ എന്നെ വല്ലാതെ ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ, അപ്പം അങ്ങനെ വേണമെന്ന് വെച്ചിട്ടല്ല, പക്ഷെ ആ അനുഭവങ്ങളും ഇപ്പം നമ്മൾ അത്യാവശ്യം നല്ല വായന ശീലമുണ്ട് എനിക്ക്, അത് ജോണിനേക്കാളൊക്കെ കൂടുതൽ. അപ്പം ഞാൻ വായിച്ച പുസ്തകങ്ങൾ ഞാനിങ്ങനെ ജോണിനോട് പറയും. അപ്പോൾ ജോൺ വളരെ മുമ്പ് ജോൺ കണ്ടു മറന്ന ചില സിനിമകൾ എന്നോട് പറയും, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ കാലത്ത്. അപ്പോൾ അങ്ങനെ നിരന്തരമായൊരു കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ അവനെങ്ങനെ സിനിമയെ കാണുന്നു, സിനിമയുടെ രീതി ഉള്ളതുണ്ടല്ലോ, അത് എവിടെയൊക്കെയോ ഞങ്ങളന്ന് അന്റോണിയോഡോസ് മോർട്ടസ് എന്ന് പറഞ്ഞ സിനിമ ഓർക്കുന്നറിയില്ല, ഗ്ലോബൽ റഷ്യയുടെ ആ സിനിമയൊക്കെ ഞാനും അവൻ ഒന്നിച്ചാണ് കാണുന്നത്. അപ്പോൾ അവനത് നേരത്തെ കണ്ടിട്ടില്ല, പക്ഷെ അത് കാണുമ്പോഴേ അവനറിയാം ഈ സിനിമ. അപ്പോൾ അവൻ്റെ സിനിമയെ മാറ്റിമറിച്ചൊരു സിനിമയാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് വരുന്നതെന്നറിയില്ല, പക്ഷെ ആ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു അനുഭവമായിരുന്നു ഈ അന്റോണിയോസ് മോർട്ടസ് കാണുന്നത്. പിന്നീടാണ് നമ്മൾ ഒരിക്കൽ ഹെർസോഗിനെ കാണുന്നത്. അതിനെപ്പറ്റി ഞാൻ ഹെർസോഗിനെ ഇൻ്റർവ്യൂ ഉണ്ടായി, സംസാരിച്ചു, ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തു. അപ്പോൾ അത് പക്ഷേ ഹെർസോഗൻ ആദ്യം കാണുന്നത് ഞങ്ങൾ ജർമ്മൻ മാക്സ്വൽ ഭവനിൽ വെച്ചൊരു സ്ക്രീനിങ്ങിന് ഈ സിനിമ, അയാളുടെ സിനിമ. ആ സിനിമ കണ്ട് വാസ്തവത്തിൽ അന്തമുട്ട് ഞാനും പൗത്രനും കൂടെ നേരത്തെ ആ സിനിമ കണ്ട ജോണിൻ്റെ അടുത്ത് ഇതിൻ്റെ കഥ പറയാൻ പോവുകയും പോകുന്ന വഴിക്ക് ഞങ്ങൾ പോലീസ് പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ലോക്കപ്പിലായി പോയിട്ടുണ്ട്. ലോക്കപ്പിലിരുന്ന് അതിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ല. അപ്പോൾ അതൊന്നും വാസ്തവത്തിൽ വലിയ ഇഷ്യൂസ് ആയിരുന്നില്ല. അപ്പോൾ ലോക്കപ്പ് എന്നൊക്കെ പറയുന്നത് ഇന്നിപ്പോൾ എനിക്ക് ലോക്കപ്പ് ഒന്നും ഇമേജ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായില്ലേ. നമുക്കത് അന്ന് വളരെ അടുത്തുള്ളൊരു സ്ഥലമാണ്, ഏത് സമയത്തും കയറേണ്ടതാണ് എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു നമ്മുടെ ജീവിതം. അപ്പോൾ എല്ലാവരും ഇടയ്ക്ക് ഒരു ദിവസം ലോക്കപ്പിൽ പോകും, മനസ്സിലായില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയി ജോൺ വാസ്തവത്തിൽ എന്നെ വിട്ടുപോയിട്ടേ ഇല്ല ഇതുവരെ, ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ. അങ്ങനെ ഒരാളെ പറയാന്ന് വെച്ചാൽ, കാരണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നൊക്കെ പറയുന്നത് സിനിമയിൽ എൻ്റെ സിനിമയിലല്ല, ജീവിതത്തിൽ ഏറ്റവും വലിയ സുഹൃത്ത് പവിത്രനാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ സിനിമയിലല്ല, മനസ്സിലായില്ലേ. പവിത്രൻ ഞാനും തമ്മിലാണ് ഒന്നിച്ച് കുറേ സിനിമകളൊക്കെ തുടങ്ങിയത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലാവും പരസ്പരം. പക്ഷേ പിന്നീട് എവിടെയൊക്കെ വെച്ച് പവിത്രൻ ഞാനും സിനിമയിൽ കാണാതായി. ജോൺ അങ്ങനെയല്ലായിരുന്നു. ജോണിൻ്റെ അവസാനം വരെ ജോൺ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ജോണിൻ്റെ ഓഫ്കോഴ്സ് അമ്മേറിയാവുന്ന സിനിമയിൽ ഞാൻ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും നമ്മുടെ സിനിമയിൽ തന്നെ മാറിയിരുന്നല്ലോ. അയാൾ എന്നെ വിട്ടുപോകുന്നിട്ടുമില്ല. ഞാൻ അയാളെ അവിടെയൊക്കെ, ഇപ്പം ഞാൻ എൻ്റെ ശങ്കരനും മോഹനും എന്ന് പറഞ്ഞ സിനിമ വാസ്തവത്തിൽ ജോൺ അബ്രാമിനുള്ളൊരു സിനിമയാണ്. എൻ്റെ ഒരു മാധവേട്ടനുണ്ട്, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, അയാളും ജോൺ അബ്രാമുമാണ് എന്നെ മരണശേഷം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച രണ്ട് ആൾക്കാർ. അതുകൊണ്ടാണ് ഈ മരിച്ച മനുഷ്യൻ വരുന്നതിനെ പറ്റിയാണ് ശങ്കരനും മോഹൻ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ അത് തുടങ്ങുമ്പോൾ ഞാൻ എൻ്റെ കയ്യക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് ജോൺ അബ്രാമിനും മാധവേട്ടനും എന്ന് പറഞ്ഞൊരു കോമഡി ഇട്ടിട്ട്, പടം തീരുമ്പോൾ ഒരു ചോദ്യമുണ്ട്, നമുക്കിടയിലൂടെ ഒരു മരണം കടന്നു പോയിരുന്നുവോ? കാരണം ആ മരണം കടന്നുപോയി എന്നുള്ളത് ഇല്ലാത്ത രീതിയിലാണ് ഞാൻ എല്ലാ രാത്രികളിലും ഇവരെ കാണുന്നത്. ഈ രണ്ടുപേരും എൻ്റെ രാത്രികളിൽ നിരന്തരമായിട്ട് വരുമായിരുന്നു, മാധവേട്ടനും ജോണം. ഇവർ രണ്ടുപേരും പറയുന്നത് അവർ മരിച്ചിട്ടില്ല. അപ്പം അതാണ് ആ സിനിമ. അത് വെച്ചിട്ട് ഞാൻ ആ സിനിമ ഉണ്ടാക്കി. പക്ഷെ ആ സിനിമയ്ക്ക് ശേഷം വളരെ വിരളമായിട്ട് ഒരു തവണയായിട്ട് ഞാൻ ഇവരെ കണ്ടേ ഉള്ളൂ, പിന്നെ കാണാനില്ല. ഞാനിവരെ എക്സോർസൈസ് ചെയ്ത് കളഞ്ഞതാവുന്നു ആ സിനിമയിലൂടെ. പക്ഷെ എന്നാലും ജോണുണ്ട്, മനസ്സിലായി. ജോണിനെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ജോണിൻ്റെ റെഫറൻസസ് വരും. അപ്പം എന്നെ അങ്ങനെ ഏറ്റവും കൂടുതൽ ഒരാളുണ്ട് സിനിമയിൽ കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ജോൺ തന്നെയാണ്.
കബനി നദിക്കെന്നല്ല ഒരു നദിക്കും തിരിച്ചൊഴുക്കില്ല. എങ്കിലും കാലത്തിലേക്കും ചരിത്രത്തിലേക്കും മനുഷ്യരിലേക്കുമുള്ള നീണ്ട ഒരു തിരിച്ചൊഴുക്കില്ലാതെ TV ചന്ദ്രനെയും അദ്ദേഹത്തിൻ്റെ അരനൂറ്റാണ്ട് കാലത്തെ ചലച്ചിത്ര യാത്രകളെയും നമുക്ക് കണ്ടെത്താനാവില്ല. ജോൺ, പവിത്രൻ, ബക്കർ, ചിന്തരവി, സലാം കാരശ്ശേരി, വിപിൻ ദാസ്, ചെലവൂർ വേണു, സൗഹൃദത്തിൻ്റെ വലിയ ഉത്സവങ്ങൾ തീർന്ന മൈതാനത്ത് ഏകനായിരിക്കുമ്പോഴും ചന്ദ്രേട്ടൻ സിനിമകളെ സ്വപ്നം കാണുന്നു. ഒപ്പം സിനിമ വിട്ടുപോയ മനുഷ്യരെ സ്വപ്നത്തിലും കാണുന്നു. ചന്ദ്രേട്ടൻ്റെ ഈ ഒരു വലിയൊരു ഉത്സവകാലം തീർന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ചന്ദ്രേട്ടൻ. നമുക്ക് വന്നത് ആ ഒരു മനുഷ്യരൊക്കെ ഇല്ലാതായി പോയി. അതിൻ്റെ ഒരു വൈകാരികതയുടെ വേറൊരു സ്ഥലമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ സിനിമയുടെ ചരിത്ര പ്രാധാന്യവും രാഷ്ട്രീയ പ്രാധാന്യവും ഈ സിനിമ മാറ്റിമറിച്ച കാലത്തെക്കുറിച്ചും കാലം സിനിമയിൽ ഇടപെട്ട് ഇങ്ങനെ പലതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു വരുമ്പോഴും ഈ വ്യക്തിപരമായ ഒരു ഒറ്റപ്പെടലും ഒരു വലിയൊരു ഉത്സവകാലം സംഘകാലം അങ്ങ് ഒഴിഞ്ഞു പോയി. അതുകൂടി ഈ ഒരു ഓർമ്മിപ്പിക്കാനാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ഒറ്റപ്പെടൽ എനിക്ക് വ്യക്തിപരമായി ഒന്ന് രണ്ട് നേരിട്ട് കണ്ടപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞു പോവുകയാണ് ചന്ദ്രേട്ടൻ്റെ ലൈഫിൽ നിന്നും ചലച്ചിത്രത്തിൽ നിന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു നിർത്താമോ? അതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അതിജീവിക്കുന്നത്? അതാണ് ചോദ്യം. ഫീൽ ചെയ്യുന്നതല്ല ചോദ്യം. അത് ഫീൽ ചെയ്യുന്നുണ്ടാവുന്നത് ഉറപ്പായ കാര്യമാണല്ലോ. അവിടെ കം ഔട്ട് ഓഫ് അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് ഉള്ള ഏക വഴി, ഞാൻ രണ്ട് വഴികളുണ്ട് എനിക്ക്. ഒന്ന്, ഞാൻ വായിക്കുന്നതിനുള്ളൊരു താല്പര്യമുണ്ട്, റീഡിങ്. പിന്നെ സിനിമ. അപ്പോൾ ഞാൻ പുതിയ സിനിമകൾ സ്വപ്നം കാണുന്നുണ്ട് നിരന്തരമായിട്ട്. അപ്പോൾ ആ സിനിമകളുമായിട്ടുള്ളൊരു വലിയ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. ഒറ്റപ്പെട്ടിട്ട് എനിക്ക് തോന്നാറില്ല. ഞാൻ ഇരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തില്ല. പ്രത്യേകിച്ച് ഇവിടേക്ക് ഇരുന്ന് ഞാൻ വ്യക്തമായിട്ട് എൻ്റെ സിനിമകളോടായിരിക്കും സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രസൻസ് ഉണ്ട്. പക്ഷെ മറ്റേത് തീർച്ചയായും ഉണ്ട്. കാരണം ഞാൻ കൂടെ നടന്നിരുന്ന എൻ്റെ വലിയ സംഘ ആളുകൾ മൺമറഞ്ഞു പോയി. പക്ഷേ ഈ താല്പര്യങ്ങളുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ ഈ ഒരു സാധനമൊക്കെ ഉള്ളിടത്തോളം കാലം ഞാൻ ഒറ്റപ്പെടില്ല. ഞാൻ ഐ വിൽ ബി ട്രൈങ് ടു. ഞാൻ സിനിമ എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു താല്പര്യമാണ്. ഞാൻ സിനിമ എനിക്ക് വളരെ വലിയൊരു ശ്വാസമാണ്. അപ്പോൾ സിനിമ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, സിനിമ എടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉള്ളതുകൊണ്ട് ആസ് ലോങ് ആസ് ഐ ക്യാൻ, നമ്മൾ പറയുന്ന, ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നൊരു സാമുവൽ ബക്കറ്റ് വാക്കുണ്ട്. സാമുവൽ ബക്കറ്റിൻ്റെ പ്രസിദ്ധമായ വാക്കാണ് ഐ കോൺ ഗോ ഓൺ, ഐ മസ്റ്റ് ഗോ ഓൺ, ഐ വിൽ ഗോ ഓൺ. അതാണ് ഈ കോണ്ട് ആദ്യം തന്നെ ഉണ്ട്. പക്ഷേ പോയാലേ പറ്റൂ, മുന്നോട്ട് പോയേ പറ്റൂ. അപ്പോൾ മുന്നോട്ട് പോകും. മുന്നോട്ട് പോകാൻ വയ്യ. അപ്പോൾ ഇത് മൂന്നും കൂടി ചേർന്ന ഒരവസ്ഥയാണ്. ഇവിടെ നിർത്താൻ മതി. ഓക്കെ.